കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായയിൽ ഭാരതപ്പുഴയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ആ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം പറഞ്ഞത്. മഹാമാഘം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തജന പങ്കാളിത്തം വർദ്ധിക്കും എന്നതാണ് സംഘാടകരും കണക്കുകൂട്ടുന്നത്. ജനുവരി 18-നാണ് മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ നിലാതീരത്ത് തുടക്കമായത്. ധർമ്മധ്വജാരോഹണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിർവഹിച്ചത്. അതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കേരള കുംഭമേള എന്നാണ് മാഘ മഹോത്സവം അറിയപ്പെടുന്നത്. പ്രതിദിനം 3.5 ലക്ഷത്തിലധികം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് സംഘാടകരുടെ അവകാശവാദം. ഫെബ്രുവരി 3-ന് ചടങ്ങുകൾ അവസാനിക്കാനിരിക്കെ കാശി, വാരണാസി എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളിൽ നിന്നുള്ള നാഗസന്യാസിമാരും കുംഭമേളയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘാടകർ. ഫെബ്രുവരി 2-ഓടെ നാഗസന്യാസിമാർ തിരുനാവായയിൽ എത്തുമെന്നിവർ പറയുന്നു. ഇവരുടെ സാന്നിധ്യം കൂടുതൽ ഭക്തരെ കുംഭമേളയിലേക്ക് എത്തിക്കും എന്നതാണ് സംഘാടകർ കരുതുന്നത്. നിരവധി പ്രമുഖരാണ് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തവനൂരിൽ മഹാമാഘ വേദിയിൽ ഈ പൂജാ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു. സൂര്യകാലടി സൂര്യൻ ജെയിൻ സൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യമൃത പ്രാണ, സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹരിഹി ഓം ഈദഗ്ഗും ഹവിഹി പ്രജാനാനം മേ അസ്തു ദശവീരഗ്ഗും സർവഗണഗും സ്വസ്തായേ ആത്മാസാനി പരാജാസാനി പാശുസാനി ലോകേ പ്രജാം ബാഹുലാം മേ കരോത്പന്നം പയോരേതോ അസമാൻ സുധത്ത ആരാർത്തി പാർത്ഥിവഗ്ഗും രാജാഃ. ഹരിഹി ഓം ഈദഗ്ഗും ഹവിഹി പ്രജാനാനം മേ അസ്തു ദശവീരഗ്ഗും സർവഗണഗും സ്വസ്തായേ ആത്മാസാനി പരാജാസാനി പാശുസാനി ലോകേ പ്രജാം ബാഹുലാം മേ കരോത്പന്നം പയോ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.